അച്ഛമ്മയുടെ 80th ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് കസിൻസിൻ്റെ ഒക്കെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ നേരെ പോയത് ചെറുക്ക് അമ്പലത്തിലാണ്. കഴിഞ്ഞ മാസം പ്രതിഷ്ഠ കഴിഞ്ഞ ഒരു അമ്പലമാണിത്. അച്ഛനും ഇളയച്ചന്മാരും ഇവിടുത്തെ കുറേ നാട്ടുകാരും ഒക്കെ കൂടെ ഉണ്ടാക്കിയ ഒരമ്പലമാണ്. ഇവിടെ അങ്ങനെ എല്ലാ ദിവസവും പൂജയൊന്നും ഉണ്ടാവില്ല. എല്ലാ സൺഡേസിലും 30 തിങ്കളാഴ്ചകളിലുമാണ് ഇവിടുത്തെ പൂജ. എൻ്റെ ഒരു ഇളയച്ചനും പിന്നെ ഇതെൻ്റെ ഒരു ഇളയമ്മയാണ്. രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകേണ്ടത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ നട അടയ്ക്കുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇളയമ്മമാരും ഇളയച്ചന്മാരും എൻ്റെ അച്ഛനും ഒക്കെ സ്വന്തം പ്ലേസ് പോലെ കൊണ്ട് നടക്കുന്ന ഒരു അമ്പലമാണ് ഇത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഉള്ളത്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം, മൃദംഗശൈലേശ്വരിയിൽ ഞാൻ അധികം പോകാറുള്ളതാണ്. ചെറുതു തൊട്ടിട്ടേ അവിടെ പോയി ഓടി കളിച്ച് പ്രാർത്ഥിച്ച ഒരമ്പലമാണ്. ഇപ്പൊ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവിടെ, നല്ല തിരക്കൊക്കെ ആയിരിക്കും. പക്ഷെ എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഈ 2 അമ്പലങ്ങളിലും പോയി തൊഴുത് തിരിച്ച് ഞാൻ ഇളയച്ചൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അന്ന് അത്തമായിരുന്നു എന്ന്. കാരണം ഇളയമ അപ്പോഴേക്കും അവിടെ പൂവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തറവാട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചെങ്കിലും അപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് അച്ഛൻ്റെ റബ്ബർ തോട്ടം ഉള്ളത്. അപ്പോൾ അവിടുന്ന് അച്ഛനെയും കൂട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു. കാരണം രാമായണ മാസം തീരാറായതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിലുള്ള അമ്പലത്തിൽ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ അവിടുത്തെ മാതൃസമിതിയിലുള്ള എന്തൊക്കെയോ ആണ്. സോ അതുകൊണ്ട് തന്നെ നേരെ ആ അമ്പലത്തിലേക്കാണ് പോയത്. കാരണം അവിടെ നിന്നായിരുന്നു ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കേണ്ടിയിരുന്നത്. അമ്പലത്തിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് രാമായണ ക്വിസിന് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് അമ്മയ്ക്ക് കിട്ടിയ പ്രൈസ്, ഫസ്റ്റ് പ്രൈസാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് നല്ല തലവേദനയായിരുന്നു. അങ്ങനെ ഒരു മുറുക്കും ചായയൊക്കെ കുടിക്കുമ്പോഴേക്കും ഏകദേശം സെറ്റായി. ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങൾ കുറച്ച് അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. അതിനുള്ള പാക്കിങ് ഇപ്പം ചെയ്യണം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ.